ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയില്ലേ, ഇതിൽ ഈ മാങ്ങേനെ ഞാൻ വേറൊരു സാധനം വെച്ചിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണേ. അതെന്താണെന്നല്ലേ, നമ്മുടെ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ടാണ് കേട്ടോ. നല്ല പുളിയുള്ള ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ഈ മാങ്ങേനെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് ഞാനിന്ന്. അപ്പോൾ നമ്മൾ ഇതിൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ നീളത്തിൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആപ്പിളും കട്ട് ചെയ്തെടുക്കാം. വിത്ത് ഓർ വിത്തൗട്ട് സ്കിൻ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ 2 രീതിയിലും എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ആപ്പിളിനെ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ സവോള നീളത്തിൽ അരിഞ്ഞതെടുക്കുക. കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെക്കാട്ടിലും കുറച്ചും കൂടി കൂടുതൽ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാൻ എടുത്ത് ഈ ഉള്ളി പാനിലേക്ക് ആഡ് ചെയ്ത് തേങ്ങയുടെ 2ാം പാലും കൂടി ഒഴിച്ച് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഈ മാറ്റി വെച്ചിരുന്ന ആപ്പിൾ പീസസ് ഇല്ലേ, ഈ ആപ്പിളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ലെസ് ദാൻ 5 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്താൽ മതി ഇത്. എന്നിട്ട് അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാലും കൂടി ഒഴിച്ച് എടുക്കാം. പിന്നെ ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് കടുകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ കറി ഇവിടെ റെഡിയായി. അപ്പോൾ എനിക്കിത് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ മാങ്ങാ കറിയെക്കാട്ടിലും കൂടുതൽ എനിക്ക് ആപ്പിൾ കറി തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.